എല്ലാവർക്കും എക്സാം വിന്നർ ഫാമിലിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ, നിങ്ങളുടെ പുതിയ മലയാളം അധ്യാപകനാണ്. അപ്പം നിങ്ങൾക്കറിയാം 2025-26 അക്കാദമിക് ഇയറിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് പുതിയ സിലബസ് ആണ് അല്ലേ. എല്ലാ വിഷയങ്ങൾക്കും മാറ്റം സംഭവിച്ചതുപോലെ ഈ അധ്യയന വർഷത്തിൽ മലയാളത്തിനും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രത്യേകതകളോടുകൂടിയുള്ള ഒരു സിലബസ് ആണ് ഇപ്രാവശ്യം ഗവൺമെൻറ് നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുള്ളത്. കഥകളും കവിതകളും ലേഖനങ്ങളും ഉപന്യാസങ്ങളും നാടകങ്ങളുമായി വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയ തരത്തിലുള്ള ഒരു സിലബസ് ആണ് മലയാളം ഫസ്റ്റും മലയാളം സെക്കൻഡും നിങ്ങളെ കാത്തിരിക്കുന്നത്. നമുക്കറിയാം 2 വിഷയങ്ങളിൽ A+ കിട്ടും മലയാളത്തിൽ അല്ലേ. നിങ്ങൾ 10 വിഷയത്തിൽ 2 എണ്ണം മലയാളത്തിൻ്റെ A+ ആണ്, മലയാളം ഫസ്റ്റും മലയാളം സെക്കൻഡും. അപ്പോൾ നമുക്ക് ഫുൾ A+ നേടണം. നിങ്ങൾ റെഡിയല്ലേ? നിങ്ങൾ റെഡിയെങ്കിൽ ഞാൻ റെഡി, എക്സാം വിന്നർ ഫാമിലി റെഡി. അപ്പോൾ എക്സാം വിന്നറിനോടൊപ്പം ചേർന്ന് നമുക്ക് എന്ത് നേടണം? ഫുൾ A+ നേടണം. അതിൽ മലയാളത്തിന് മുഴുവൻ മാർക്കും നേടി നമുക്ക് എന്ത് ചെയ്യണം? ടോപ്പിലെത്തണം. അപ്പോൾ നമുക്ക് നോക്കാം പുതിയ സിലബസിൽ അല്ലെങ്കിൽ പുതിയൊരു സിലബസിൻ്റെ ഭാഗമായി നമ്മുടെ മലയാളത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് നോക്കാം. മലയാളം ഫസ്റ്റിൽ എന്തൊക്കെയാണ് നമുക്ക് പുതിയ ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു മാറ്റം എന്തൊക്കെ അടയാളപ്പെടുത്തിയിരിക്കുന്നു പെട്ടെന്ന് നോക്കാം. ഏതാണ് ഇവിടെ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് എന്ന് പറയുന്നത് ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്നുമാണ് അല്ലേ. ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും. പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന ശോകം. പാട്ട് കേട്ടിട്ടേ. അതേപോലെ എന്താണ് ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും. നമ്മെ ഭാഷയോട് അടുപ്പിക്കുകയാണ് ആദ്യത്തെ യൂണിറ്റിലെ ചാപ്റ്റേഴ്സ് ചെയ്യുന്നത്. നമ്മുടെ സംസ്കാര സമ്പന്നരായി നമ്മെ വളർത്താൻ ആദ്യത്തെ യൂണിറ്റിലൂടെ ശ്രമം നടത്തുന്നു. അവിടെ എന്തൊക്കെ ചാപ്റ്റേഴ്സ് വരുന്നു? കഥകളതിമോഹനം, സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ, മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി അല്ലേ. കഥകളതിമോഹനം എന്ന് പറഞ്ഞാൽ എഴുത്തച്ഛൻ്റെ ദ്രോണപർവം, അതിനെ ആസ്പദമാക്കി കിളിയോട് എഴുത്തച്ഛൻ കഥ പറയാൻ പറയുന്ന ഒരു കാവ്യഭാഗമാണ് ഏത്? കഥകളതിമോഹനം. സ്വാതന്ത്ര്യത്തിന് ചിറകുകളോ ഉണ്ണായി വാര്യരുടെ നളചരിതം 1-ാം ദിവസത്തെക്കുറിച്ച് പറയുന്നു. നമ്മുടെ കഴിഞ്ഞ സിലബസിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു ഏത്? പ്രലോഭനം ആട്ടക്കഥ ഉണ്ണായി വാര്യർ എഴുതിയ ഏതാണ്? നളചരിതം 2-ാം ദിവസം. എന്നാൽ ഇപ്രാവശ്യം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നളചരിതത്തിൻ്റെ 1-ാം ദിവസമാണ്, സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന പേരിൽ. പിന്നെന്താണ്? മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന ഒരു ലേഖനമുണ്ട്. അപ്പം എല്ലാം നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പിന്നെന്താണ്? 2-ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഉള്ളിലാണ് എപ്പോഴും ഉന്മതാനെന്ന പോൽ. എന്താണ്? നമ്മുടെ മനുഷ്യ നന്മയെക്കുറിച്ച് പറയുന്ന ഒരു യൂണിറ്റാണ്. എനിക്ക് ഈ യൂണിറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കവിതയാണ് ഓർമ്മ വരുന്നത്, നമ്മുടെ മുരുകൻ കാട്ടാക്കടയുടെ കവിത. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി, മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി. പൊള്ളയായ പഴത്തിനുള്ളിലും വിത്തുമില്ലുണ്ണി, പൊള്ളയായ പഴത്തിനുള്ളിലും വിത്തുമില്ലുണ്ണി. ഈ കവിത പാടാൻ സാഹചര്യം വെച്ചാൽ നിങ്ങളുടെ മലയാളം ഫസ്റ്റിൽ കേരള പാഠാവലിയിലെ 2-ാമത്തെ യൂണിറ്റിൻ്റെ പേര് നോക്ക്. ഉള്ളിലാണ് എപ്പോഴും ഉന്മതാൻ എന്ന പോൽ. മനുഷ്യ നന്മയെക്കുറിച്ച്, ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹത്തെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്ന ഒരു യൂണിറ്റാണ് ഇവിടെ. റെസിഡൻ്റ് എഡിറ്റർ അന്നത്തെ മോക്ഷം തേൻ എന്ന് പറയുന്ന പാഠഭാഗങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ പാഠഭാഗം കവിതയാണോ, കഥയാണോ, ഉപന്യാസമാണോ, ലേഖനമാണോ, നാടകമാണോ എന്നൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അതൊക്കെ നമ്മൾ വഴിയെ പഠിക്കും. നമ്മൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്തൊക്കെ യൂണിറ്റ് ഉണ്ട്, എത്ര യൂണിറ്റ് ഉണ്ട്, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു മാത്രം. ഓക്കെ, ഇനി 3-ാമത്തെ യൂണിറ്റ് നോക്കുക. മലയാളത്തിലെ വിസ്തൃത ലോക വിധാനത്തിൽ. എന്താണ് വിസ്തൃത ലോക വിധാനത്തിൽ? എൻ്റെ മാഷേ ഇതെന്തൊക്കെ ഈ പറയുന്നേ? വിസ്തൃത ലോക വിധാനത്തിലാ. ഇവിടെ പേടിക്കാനൊന്നുമില്ല. ഈ ലോകത്തെക്കുറിച്ച്, ഈ വലിയ ഭൂമിയെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ച് പറയുന്ന ഒരു പാഠഭാഗമാണ് അല്ലെങ്കിൽ യൂണിറ്റാണ് ഏതെന്ന് പറയുന്നത് 3-ാമത്തെ യൂണിറ്റ്.
ഈ പാട്ട് കേട്ടിട്ടില്ലേ? മാമരം കണ്ടേ ചോല കണ്ടേ ഇലകൾ കണ്ടേ കായ്കളും തന്തിനൻ താനേ താനിനാനേ തന്തിനൻ താനിനാനിനാനേ. ആ ഒരു പാട്ട് പറയുന്ന പോലെ ലോകം ഇങ്ങനെ പരന്നു കിടക്കുകയാണ്, കാടായും പൂവായും പിന്നെന്താണ് പുഴുക്കളായും പുലരിയെയും എല്ലാം. ഈ പ്രപഞ്ചത്തെ അറിയുക, മണ്ണിനെ അറിയുക, മനുഷ്യനെ അറിയുക എന്ന ഉദ്ദേശത്തോടു കൂടി പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ സംഗ്രഹിച്ച യൂണിറ്റാണ് 3ാമത്തെ യൂണിറ്റ്. അവിടെ മണ്ണും മനുഷ്യനും ബത്തേരിക്കടുത്ത് മലങ്കരയിൽ വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന പാഠഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നു എന്ന് കാണാൻ സാധിക്കും. അടുത്ത യൂണിറ്റാണ് 4ാമത്തെ യൂണിറ്റ്. അവിടെ എന്താണ്? പിറന്ന നാടിൻ പെരുമയിൽ, നമ്മുടെ നാടിൻ്റെ അഭിമാനത്തെക്കുറിച്ച്, നമ്മുടെ ദേശസ്നേഹികളെ കുറിച്ച്, നമ്മുടെ നാടിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഒരു മലയാളി എന്ന നിലയിൽ, ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമുക്ക് വരേണ്ട അഭിമാനത്തെക്കുറിച്ചൊക്കെ പറയുന്ന ദേശീയ ബോധവും നമ്മുടെ നാടിൻ്റെ ദേശബോധവും എല്ലാം വ്യക്തമാക്കുന്ന ഒരു യൂണിറ്റാണ്. ഒരു ചെറിയ യൂണിറ്റാണ് 4ാമത്തെ യൂണിറ്റ്. അവിടെ പറയുന്നു ദേശവും എഴുത്തും, ആലപ്പുഴ വെള്ളം, മുരിങ്ങാ മരത്തോപ്പ് എന്ന് പറയുന്ന പാഠഭാഗങ്ങളെ ഉൾപ്പെടുത്തുന്നു. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, കവിതകൾ പഠിക്കാനുണ്ട്, കഥകൾ പഠിക്കാനുണ്ട്, നാടകം പഠിക്കാനുണ്ട്, ലേഖനങ്ങൾ പഠിക്കാനുണ്ട്, ഇവയൊക്കെ പിന്നെന്താ ആട്ടക്കഥയും പഠിക്കാനുണ്ട്. അപ്പം ഇവയൊക്കെ പഠിക്കുക, A+ നേടുക എന്ന് പറയുന്നത് ഒരു ചെറിയ കടമ്പയല്ല. നമുക്കറിയാം, കഴിഞ്ഞ സിലബസ് വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യത്തെ മലയാളം ഫസ്റ്റും സെക്കൻഡും കുറച്ചുകൂടി കടുകട്ടിയാണ്. എന്നോടൊപ്പം നിങ്ങളും കൂടി ഓടിയാൽ മാത്രമേ എന്തു ചെയ്യാൻ പറ്റൂ? A+. എന്ത് A+? ഏക്കാണോ ധോയാണോ? ധോ A+. 2 A+ നമുക്ക് നേടാനുണ്ട്. ഓക്കെ, ഏ ആത്മീ ദൂസറ ആത്മീ ക്യാ ബോൾത്തി ഹേ എന്ന് ചിന്തിക്കുന്നുണ്ടാവല്ലേ? ഞാൻ എന്താണ് പറയുന്നതല്ലേ? A+ ആണ് എനിക്ക് പറയാനുള്ളത്. പുതിയ സിലബസ് മാറിക്കോട്ടെ, സർക്കാർ പുതിയ സിലബസിലെ കവിതകളും കഥകളും ലേഖനങ്ങളും നിരൂപണങ്ങളും നാടകങ്ങളും മാറ്റിക്കോട്ടെ, പക്ഷേ ചന്തുവിനെ തോൽപ്പിക്കാനാകില്ല മക്കളെ. നിങ്ങൾക്ക് ഞാൻ A+ വാങ്ങിത്തരും, നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടായാൽ മാത്രം മതി. 5ാമത്തെ യൂണിറ്റ്, മലയാളം ഫസ്റ്റിലെ അവസാനത്തെ യൂണിറ്റ്, ഉലകിന്നുയരാം ഉണർവുകൾ, നമ്മുടെ പ്രപഞ്ചത്തെ കുറിച്ച് പറയുന്ന യൂണിറ്റാണ്. നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയെക്കുറിച്ച്, നമ്മുടെ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച്. അല്ല, തമാശക്ക് പറയും, ഈ ആപ്പിൾ തലയിൽ വീണുണ്ടല്ലേ, അത് ഭൂഗർഭകർഷണം കണ്ടുപിടിച്ച്. ആപ്പിളിന് പകരം ചക്കയാണെങ്കിൽ ആ ശാസ്ത്രജ്ഞന് ഉണ്ടാവും തമാശക്ക് പറയല്ലേ. അതേപോലെ ശാസ്ത്രത്തെക്കുറിച്ച്, നമ്മുടെ വിനോദങ്ങളെക്കുറിച്ച്, കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രബോധം പകരുന്ന ഒരു യൂണിറ്റാണ് ഉലകിന്നുയരാം ഉണർവുകൾ. ഇവിടെ 2 പാഠഭാഗങ്ങൾ പഠിക്കാനുണ്ട്. പ്രയാണം, നരബലി. നരബലിയൊക്കെ പഠിക്കണം കേട്ടോ. നമ്മുടെ മനുഷ്യർ ഒരു കാലത്ത് ഒരു മാറ്റത്തിന് വേണ്ടി മനുഷ്യന്മാരെ നരബലി കൊടുക്കും, മനുഷ്യന്മാരെ കുരുതി കൊടുക്കും. ആ സ്ഥലത്ത് നിന്ന് നമ്മൾ ഇന്ന് ശാസ്ത്രബോധമുള്ളവരായി മാറി. അതൊക്കെ പറയുന്ന ഒരു ഭാഗമാണ് ഏത്? നരബലി എന്ന് പറയുന്ന പാഠഭാഗം. അപ്പം മലയാളം ഫസ്റ്റിൽ നിങ്ങൾക്ക് 5 യൂണിറ്റാണ്. 5 യൂണിറ്റാണുള്ളത്. മലയാളം ഫസ്റ്റ് നിങ്ങൾക്ക് 5 യൂണിറ്റാണുള്ളത്. ഏകദേശം എത്രയാണ്? എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്? 1 2 3 4 5 6 7 8 9, പിന്നെ 10 11 12 13 14 14 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് മലയാളം ഫസ്റ്റിൽ. ഓക്കെ, അപ്പം മലയാളം ഫസ്റ്റ് സെറ്റായി. ഇനി നമുക്ക് മലയാളം സെക്കൻഡിലേക്ക് പോകാം. മലയാളം സെക്കൻഡ് അടിസ്ഥാന പാഠാവലിയിൽ എത്രയൊക്കെ ചാപ്റ്റർ ഉണ്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അരങ്ങും പൊരുളും. അരങ്ങും പൊരുൾ എന്ന് പറയുന്ന ആദ്യത്തെ യൂണിറ്റ്. ഈ മലയാളം സെക്കൻഡ് മലയാളം ഫസ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറുതാണ്, ഭയങ്കരമായിട്ട് പഠിക്കാറൊന്നുമില്ല. പെട്ടെന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും, A+ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അരങ്ങും പൊരുളും. അരങ്ങും പൊരുളും എന്ന് പറയുന്ന ഈ യൂണിറ്റിലൂടെ ഉദ്ദേശിക്കുന്നത് കലയുടെ പ്രാധാന്യത്തെയാണ്. അരങ്ങ് എവിടെയാണ്? നാടകത്തിലാണ് എന്നുണ്ടാവുക, അരങ്ങുണ്ടാവും അല്ലേ? ഹേ ദേവസേന, ഹേ ബാഹുബലി എന്ന് പറയുന്നത് എവിടെയാണ്? അരങ്ങിലാണ്. അപ്പം അരങ്ങും പൊരുളും, കല നമ്മെ എന്തൊക്കെ പഠിപ്പിക്കുന്നു എന്ന് പറയുകയാണ് ഈ ഒരു യൂണിറ്റിലൂടെ. ഇവിടെ നോക്കുക, ആദ്യത്തെ ചാപ്റ്റർ എന്താ? ചിത്രകാരിയാണ്. ഷാഹിനിക്കയുടെ കഥ ചിത്രകാരി. പിന്നെയോ ഗൽബിലെ നിലാവ്. ഗൽബിലെ നിലാവ് നിങ്ങൾക്ക് പാട്ട് കേട്ടാൽ മനസ്സിലാകും. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കിറങ്കുള്ളോളെ, പങ്കിറങ്കുള്ളോളെ. ഇത് സിനിമാ പാട്ട് കേട്ടിനോ? ഇതൊക്കെ വ്യക്തമാക്കുന്ന ഒരു യൂണിറ്റാണ് ഗൽബിലെ നിലാവ്. ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം നാടകം. ഇപ്പം നാടകവും കവിതയും കഥയും ഒക്കെ ഉൾക്കൊള്ളുന്ന
ഒരു യൂണിറ്റാണ് ആദ്യത്തെ യൂണിറ്റ്, മനോഹരമായ യൂണിറ്റ് അരങ്ങും പൊരുളും. രണ്ടാമത്തെ യൂണിറ്റിലേക്ക് പോയാലോ, ഏകോദര സോദരർ നാം, നമ്മളെല്ലാവരും ഒന്നാണ്, ഏകോദരർ എല്ലാവരും ഒന്നാണ്, സോദരർ സഹോദരരാണ് നാം, എല്ലാവരും ഒരേ ഒരു സഹോദരരാണ് എന്ന് പറയുന്ന, നമ്മളെല്ലാവരും ഒന്നാണെന്ന് പറയുന്ന ഐക്യത്തിൻ്റെ യൂണിറ്റിയുടെ ഒരു ചാപ്റ്ററാണ്, അല്ലെങ്കിൽ ഒരു യൂണിറ്റാണ് രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ അംബേദ്കറിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ച് പറയുന്നുണ്ട്, എല്ലാവരും ഒന്നാണ്, എല്ലാവരും സമന്മാരാണ്. സമ്പത്തായിക്കോട്ടെ, നിറമായിക്കോട്ടെ, ഹൈറ്റ് ആയിക്കോട്ടെ, വെയിറ്റ് ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, എല്ലാവരും ഒന്നാണ് എന്നാണ് ഈ യൂണിറ്റിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ വിഷുക്കണി എന്ന് പറയുന്ന വൈലോപ്പിള്ളിയുടെ കവിതയുണ്ട്, ആനന്ദാശ്രുക്കളുണ്ട്, കെത്തളുണ്ട് തുടങ്ങിയ ഈ പാഠഭാഗങ്ങളൊക്കെ അർത്ഥമാക്കുന്നത് നമ്മുടെ ആഘോഷങ്ങളായാലും മനുഷ്യരുടെ സ്വഭാവങ്ങളായാലും വസ്ത്രവേഷവിധാനങ്ങളായാലും എല്ലാവരും ഒന്നാണ് എന്ന് സൂചിപ്പിക്കാനുള്ള ഒരു മനോഹരമായ യൂണിറ്റാണ് രണ്ടാമത്തെ ഏകോദര സോദരർ നാം എന്ന യൂണിറ്റ്. അവസാനത്തെ യൂണിറ്റാണ് മൂന്നാമത്തെ യൂണിറ്റായ അറിവിനറിവായി നിറവായി, അല്ലേ? അറിവുള്ളവരായി തീരണം. ഇന്നത്തെ കാലത്ത് മനുഷ്യർക്ക് നഷ്ടപ്പെടുന്നതും ഇതേ അറിവ് തന്നെയാണ്. അപ്പോൾ അറിവുള്ളവരായി തീരാൻ വേണ്ടി പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികളെ, നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ചെറിയ അവസാനത്തെ യൂണിറ്റാണ് അറിവിനറിവായി നിറവായി. അവിടെ പറയുന്നത് ചരിത്രം രചിച്ച നാടകം, അല്ലെ? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്, വീട്ടിയുടെ നാടകത്തിന് കേളപ്പൻ രചിച്ച അവതാരികയാണ് ചരിത്രം രചിച്ച നാടകം എന്ന അവതാരിക. അത് പറയുന്നുണ്ട് എൻ്റെ ഭാഷ വിജ്ഞാന ഭാഷയും വൈജ്ഞാനിക സമൂഹവും എന്ന പാഠഭാഗം. അപ്പം നോക്കുക, നമ്മുടെ ഈ ഒരു മലയാളം സെക്കൻഡിൽ എത്ര ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്? 3 യൂണിറ്റിൽ നിന്നായി 9ഓളം ചാപ്റ്റേഴ്സ്, അല്ലേ? 9ഓളം ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അവിടെ കഥയുണ്ട്, കവിതയുണ്ട്, ലേഖനങ്ങളുണ്ട്, നാടകങ്ങളുണ്ട്. ഇപ്പം സിമ്പിൾ അല്ലേ? ഇപ്പം മലയാളം ഫസ്റ്റിൽ നിന്നും മലയാളം സെക്കൻഡിൽ നിന്നും എത്രയൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ട്, അതൊക്കെ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ്, ആരെഴുതി, കഥയാണോ, കവിതയാണോ, ലേഖനമാണോ, ഉപന്യാസമാണോ, നാടകമാണോ എന്നെല്ലാം നമ്മൾ വഴിയെ പരിചയപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മലയാളം ഫസ്റ്റിലും മലയാളം സെക്കൻഡിലും എത്ര യൂണിറ്റ് ഉണ്ട്, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് ഒക്കെ നമ്മൾ നോക്കി. അടുത്ത ക്ലാസ്സിൽ, വരുന്ന ക്ലാസ്സുകൾ നമ്മൾ ഓരോന്നോരോന്നായി പഠിച്ചു വരും. എല്ലാം നമ്മൾ ഉഷാറായിട്ട് പഠിക്കും, സെറ്റാക്കും, ഫുൾ A+ നേടും. ആര് കൂടെയുണ്ട്? എക്സാമിനർ കൂടെയുണ്ട്. നിങ്ങളും കൂടെയില്ലേ? ഞാനും കൂടെയുണ്ട്. നമുക്ക് ഒരുമിച്ച് അടിച്ച് പൊളിച്ച് പാട്ടൊക്കെ പാടി കഥകളൊക്കെ പറഞ്ഞ് സിമ്പിളായി എൻ്റർടൈൻമെൻറ്റോടുകൂടി നമുക്ക് പഠിക്കാം, ഫുൾ A+ സ്കോർ ചെയ്യാം, അല്ലേ? ഇനി വരുന്ന ദിവസങ്ങൾ നമുക്ക് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.